അടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായ സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റുവാണ്ടയിലെ കിബോഹായിൽ പരിശുദ്ധ കന്യകാമറിയം ഏതാനും യുവതീ യുവാക്കന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ കാലഘട്ടത്തിൽ യുവതീ യുവാക്കന്മാർ എപ്രകാരം തങ്ങളെ കാത്തുസൂക്ഷിക്കണമെന്നും അവർക്ക് ചുറ്റും കഴുകന്മാരുടെ കണ്ണുകൾ ഉണ്ട് എന്നും അവരെ പല അപകടകരമായ സംവിധാനങ്ങളിലേക്കും പാർട്ടികളിലേക്കും ആദർശങ്ങളിലേക്കും ഒക്കെ നയിക്കുവാൻ അനേകർ തെറ്റായ ആകർഷണങ്ങളിലൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള സന്ദേശം നാം മനസ്സിലാക്കുകയുണ്ടായി. കിബോഹായിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഈ സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കി, യുവതീ യുവാക്കന്മാരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആകർഷിച്ച് സ്വാധീനിച്ച് അവരുടെ ചിന്താ ശക്തികളെ നശിപ്പിക്കുന്നതിനും ചില സ്വാർത്ഥ താല്പര്യങ്ങളിൽ അവരെ വിശ്വസിപ്പിച്ച് തെറ്റായ ചില ആദർശങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള അവരുടെ ജീവിതം നശിപ്പിക്കുന്നതിനും നിത്യരക്ഷ നിത്യകാലമുള്ള ജീവിതം തകർക്കുന്നതിനും തിന്മയുടെ ശക്തികൾ ഇന്ന് യുവതീ യുവാക്കന്മാർക്ക് ചുറ്റും പറന്നു നടക്കുകയാണ് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ കിബോഹായിൽ ഇത്ര വലിയ മുന്നറിയിപ്പും താക്കീതും നൽകിയ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ആ രാജ്യം മുഴുവൻ ഏറ്റെടുത്തു. ഇതിൻ്റെ ഒരു സ്ഥിരീകരണമായി തൻ്റെ സന്ദേശങ്ങൾ ലോകം മുഴുവനും ഏറ്റെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചില അത്യപൂർവമായ കാര്യങ്ങളും പരിശുദ്ധ അമ്മ കിബോഹായിൽ പ്രവർത്തിച്ചു. ഇത് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് നാം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അതിനാൽ കിബോഹായിൽ സംഭവിച്ച ചില അത്യപൂർവമായ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക. ഫാത്തിമയിലെ അവസാന ദർശനവും കിബോഹായിൽ പരിശുദ്ധ അമ്മ നൽകിയ ദർശനവും ഏതാണ്ട് സാമ്യമുള്ളതാണ്. ഫാത്തിമയിലെ ഒക്ടോബർ മാസത്തിലെ പരിശുദ്ധ അമ്മയുടെ ദർശനത്തിൽ സൂര്യൻ തൻ്റെ ഭ്രമണപഥത്തിൽ ആടിയുലഞ്ഞു, പിന്നീട് ഭൂമിയിലേക്ക് എടുത്തെറിഞ്ഞതുപോലെ താഴ്ന്നു വരികയും ചെയ്തത് ഫാത്തിമയിൽ ഏതാണ്ട് 70,000-ൽ പരം ജനങ്ങൾ ദർശിച്ചു. ഇതുതന്നെയാണ് കിബോഹായിലും സംഭവിക്കുക. സൂര്യൻ ആകാശത്ത് ആടിയുലയുന്നത് അവിടെ കൂടിയിരുന്ന മക്കളെല്ലാം ദർശിച്ചു. അതോടൊപ്പം തന്നെ സൂര്യൻ അവിടുന്ന് ആകാശം വിട്ട് ഭൂമിയിലേക്ക് താഴ്ന്ന് പതിക്കുന്നതായിട്ട് അവർ കാണുകയാണ്.
പെട്ടെന്ന് തന്നെ സൂര്യൻ്റെ ആ സാഹചര്യത്തിൽ നിന്ന് സൂര്യൻ മുകളിലേക്ക് ഉയർന്ന് തൻ്റെ ഭ്രമണപഥത്തിൽ വീണ്ടും സ്ഥാനം പിടിക്കുന്നു. സൂര്യൻ്റെ ഈ അത്ഭുതം കഴിഞ്ഞ ഉടനെ തന്നെ പച്ച നിറത്തിലുള്ള ചന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ചന്ദ്രൻ ഇതുവരെ ഈ ലോകത്ത് കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ആകാശം മുഴുവനും കൂരിരുട്ടുകൊണ്ട് നിറഞ്ഞു. അപ്പോൾ മിന്നുന്ന കുരിശ് രൂപങ്ങൾ അവിടെ ആകാശം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കിബോഹായിൽ തടിച്ചുകൂടിയ ജനം കണ്ട് സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഈ ദിവസം ഈ അത്ഭുതം സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മ നേരത്തെ കിബോഹായിലെ കുട്ടികളോട് പറഞ്ഞിരുന്നു. പരിശുദ്ധ ഫാത്തിമയിലെ കുട്ടികളോടും ഇത് തന്നെ പറഞ്ഞു. ഒക്ടോബർ മാസത്തിൽ ഞാനൊരു അത്ഭുതം പ്രവർത്തിക്കും. അതിനുവേണ്ടി 10,000 70,000-ഓളം ജനങ്ങളവിടെ ഒന്നിച്ചുകൂടി. അതുതന്നെയാണ് കിബോഹായിൽ സംഭവിക്കുക. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ആരെങ്കിലും ഒരു മിഥ്യാ ധാരണയിൽ പറയുന്ന കാര്യങ്ങളല്ല. അവിടെ കൂടിയിരുന്ന അനേകായിരങ്ങൾ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട പ്രകൃതിയാതീത സംഭവങ്ങളാണ് ഇതൊക്കെ. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് നമ്മൾ തിരിച്ചറിയണം, ഇതൊന്നും മിഥ്യയല്ല, ഇത് പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥകളല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ ഇന്ന് അനേകർക്ക് മുൻപിൽ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ സംഭവ വികാസങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് സ്വർഗത്തെ നിസ്സാരമായി കരുതരുത്. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ അത് പൊള്ളയാണെന്ന് കരുതരുത്. ഈ ലോകത്ത് ഇതൊക്കെ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ കെട്ടുകഥകളാണെന്ന് ചിന്തിക്കരുത്. പ്രകൃതിയാതീതമായ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു, നടമാടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ കിബോഹായിൽ ഇതുപോലെ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ആകാശത്തിലുമൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കരുത്. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളും അമ്മയുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, കിബോഹായിൽ നടന്ന അത്യപൂർവ സംഭവങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവം നടന്നത് 1982 മാർച്ച് മാസം 20, 21 തീയതികളിലാണ്. ആ ദിവസങ്ങളിൽ ആദ്യമായി കിബോഹായിൽ പരിശുദ്ധയമ്മ സന്ദേശം നൽകാൻ തിരഞ്ഞെടുത്ത അൽഫോൻസ് തൻ്റെ മദർ ഡയറക്ടറോട് ഇപ്രകാരം പറഞ്ഞു: അമ്മേ, ഞാൻ മരിച്ചതുപോലെ തോന്നും. നിങ്ങൾ എന്നെ കുഴിച്ചു മൂടരുത്. നിങ്ങൾ ആരും ഭയപ്പെടുകയും അരുത്. മദറിന് എന്താണെന്ന് മനസ്സിലായില്ല. അവൾ പറഞ്ഞു: അമ്മേ, ഞാൻ മരിച്ചതുപോലെ തോന്നും. എന്നാൽ നിങ്ങൾ ഞാൻ മരിച്ചുവെന്ന് കരുതി എന്നെ കുഴിച്ചു മൂടരുത്. നിങ്ങൾ ആരും ഭയപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. ഇത് സംഭവിച്ചത് 1982 മാർച്ച് മാസം 20, 21 തീയതികളിലാണ്. അന്ന് കോൺവെൻറ്റിലുള്ളവർ നോക്കുമ്പോൾ പെട്ടെന്ന് അൽഫോൻസ് ബോധമറ്റ് വീഴുന്നു. ഡോക്ടേഴ്സ് അവളെ പരിശോധിച്ചു. അവൾ മരിച്ചതിന് തുല്യമായിരുന്നു. അവൾക്ക് ശ്വാസമില്ല, നാഡിയിടിപ്പില്ല. അങ്ങനെ ഒരു മരിച്ച ശവശരീരമായി അവൾ കിടക്കുന്നു. സാധാരണഗതിയിൽ ഒരു മരിച്ച മനുഷ്യനെ അവർ പെട്ടെന്ന് സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും.
അപ്പം ആളുകൾ പറഞ്ഞു, ഈ കൊച്ചു മരിച്ചുപോയി, ഇനി ഇവളെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, പെട്ടെന്ന് ശവസംസ്കാരത്തിനുള്ള കാര്യങ്ങളൊക്കെ നടത്തണം. പക്ഷെ മദർ അതിനെ സമ്മതിച്ചില്ല. കാരണം ഇവൾ നേരത്തെ മദറിനോട് പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചതുപോലെ തോന്നും, എന്നെ കുഴിച്ച് മൂടരുത്, നിങ്ങൾ ഭയപ്പെടുകയും അരുതെന്ന്. അതുകൊണ്ട് മറ്റുള്ളവരോട് ആ മദർ പറഞ്ഞു, ഇവളെ സംസ്കരിക്കണ്ട, ഇവളെ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവൾ അവിടെ സൂക്ഷിച്ചു വെച്ചു. മാർച്ച് മാസം 20-ാം തീയതി മുഴുവനും, അങ്ങനെ 21-ാം തീയതി മുഴുവനും അങ്ങനെ ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ആ സമയത്ത് അവൾ നീണ്ട ഒരു ഉറക്കത്തിലായിരുന്നുവെന്ന് പിന്നീട് അൽഫോൻസ് പറഞ്ഞു തരുന്നുണ്ട്. ഈ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഈ 2 ദിവസം അൽഫോൻസിനെ പരിശുദ്ധ അമ്മ നിത്യസത്യങ്ങൾ കാണിക്കുവാൻ കൂടെ കൊണ്ടുപോവുകയായിരുന്നു. അവളുടെ ആത്മാവിനെ പരിശുദ്ധ അമ്മ കൂടെ കൊണ്ടുപോയി അവൾ പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ്. അവളെ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ കൊണ്ടുപോയി ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ആ സ്ഥലം അവൾ കാണിച്ചു കൊടുത്തു. ഈ വിദ്യാർത്ഥിനിയെ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ കൊണ്ടുപോയി നിത്യസത്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല വിദ്യാർത്ഥികളും നമ്മൾ ഉൾപ്പെടെ ഇതൊരു സത്യമാണെന്ന് വിശ്വസിക്കാത്തവരാ. പലപ്പോഴും സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ശുദ്ധീകരണ സ്ഥലമുണ്ടോ എന്നൊക്കെ നമ്മൾ സംശയിക്കാറുണ്ട്. ഇന്ന് ലോകത്തിന് ഇതൊക്കെ സത്യമാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര ആയിരങ്ങളുടെ മധ്യേ വെച്ച് പരിശുദ്ധ അമ്മ ഈ അത്ഭുതം പ്രവർത്തിക്കുക. ആളുകൾ നോക്കുമ്പോൾ 2 ദിവസമായിട്ട് ഈ കൊച്ചു മരിച്ചു കിടക്കുന്നു. മെഡിക്കൽ സയൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവൾ മരിച്ചുപോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? 3-ാം ദിവസം ഇവൾ ഇതാ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ആ 2 ദിവസം ഇവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഈ വിദ്യാർത്ഥിനി മറ്റായിരങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഇതൊക്കെ ഈ ലോകത്ത് എന്തെങ്കിലും കേട്ട കാര്യമാണോ? ആരെങ്കിലും കണ്ട കാര്യമാണോ? ഈ ലോകം ഉണ്ടായതിനു ശേഷം ഇതുപോലെയുള്ള പ്രകൃതിയാതീത സംഭവങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാ സഹോദരങ്ങളെ. ദൈവമില്ല എന്ന് മനുഷ്യൻ മുദ്ര കുത്തുമ്പോൾ, നിത്യസത്യങ്ങളില്ല എന്ന് പറഞ്ഞ് യുവാക്കന്മാരെയും ലോകത്തെ മുഴുവനും അനേകര് വഞ്ചിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് യുവാക്കളിലൂടെ തന്നെ ഇതൊക്കെ സത്യമാണെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നും ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നും സത്യമാണെന്നും ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് എന്നുള്ള വലിയ ബോധ്യം ഈ ലോകത്ത് നൽകിക്കൊണ്ട് വഞ്ചിതരാകാതിരിക്കുവാൻ ഇന്ന് പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 1980 ജൂൺ മാസം 8-ാം തീയതി ഇതുപോലെയുള്ള ഒരു സംഭവം നിക്കരാഗ്വയിലെ കൂവപ്പയിലും സംഭവിച്ചു. ഏതാനും എപ്പിസോഡുകൾക്ക് മുൻപ് നിക്കരാഗ്വയിലെ കൂവപ്പയിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നിക്കരാഗ്വയിലെ കൂവപ്പയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടാൻ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ബെർണാഡോ. ഒരു ദേവാലയത്തിലെ പാവപ്പെട്ട ഒരു കപ്പ്യാര് തൻ്റെ ദേവാലയ ശുശ്രൂഷകൾക്ക് ഒരിക്കലും പ്രതിഫലം വാങ്ങിക്കാതെ അൾത്താരയിൽ നിസ്വാർത്ഥമായി ലാഭേച്ഛയില്ലാതെ ഒരു പൈസയും ആഗ്രഹിക്കാതെ ശുശ്രൂഷ ചെയ്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ 1980 ജൂൺ മാസം 8-ാം തീയതി ബെർണാഡോയെയും പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതിനെക്കുറിച്ച് ബെർണാഡോ പങ്കുവയ്ക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവനെ ആദിമ ക്രൈസ്തവ സമൂഹത്തെ കാണിച്ചു കൊടുത്തു. പീഡനങ്ങളിലൂടെ കടന്നുപോയവർ,
ചക്രവർത്തിമാരുടെ വലിയ പീഡനത്തിൽ കടന്നുപോയവര്, സിംഹങ്ങൾക്കും വന്യജീവികൾക്കും ഇരയായി തീർന്നവര്, സ്വന്തം ശരീരത്തെയും ജീവനെയും യേശുക്രിസ്തുവിന് വേണ്ടി ബലി കഴിച്ചവര്, അവരൊക്കെ ഇന്ന് സ്വർഗത്തിൽ യേശുക്രിസ്തുവിനോട് കൂടെ വലിയ മഹത്വത്തിൻ്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നതും ആഹ്ലാദിക്കുന്നതും സന്തോഷിക്കുന്നതും സ്വർഗത്തിൻ്റെ വലിയ മഹത്വത്തിലായിരിക്കുന്നത് ബെർണാഡോ കാണുകയാണ്. പിന്നീട് പരിശുദ്ധമ്മ മറ്റൊരു കാര്യം ബെർണാഡോയ്ക്ക് കാണിച്ചു കൊടുത്തു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ച വ്യക്തികൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ നാൾ മുതൽ ജപമാലയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് കൊന്തചൊല്ലി അനേക ആത്മാക്കളെ നേടിയ ആളുകളെ, കൂട്ടങ്ങളെ, ഗ്രൂപ്പുകളെ സ്വർഗത്തിൽ പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇവരൊക്കെ ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത് സഭയോട് ചേർന്ന് നിന്നുകൊണ്ടാ. സഭയുടെ വിശ്വാസ കാര്യങ്ങൾ മുറുകെ പിടിച്ച് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാതെ ജപമാല ആയുധമാക്കി പ്രാർത്ഥിച്ച് സാത്താനെ കീഴടക്കിയവരാ. അങ്ങനെ ജപമാലയുടെ ആരംഭം മുതൽ ജപമാല അനേകം കൊന്തചൊല്ലി ജപമാല ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മാക്കളെ നേടിയവരുടെ കൂട്ടങ്ങൾ സ്വർഗത്തിൽ ആഹ്ലാദിക്കുന്നതും സ്വർഗത്തിൻ്റെ മഹത്വത്തിൽ പങ്കുകാരായിരിക്കുന്നതും പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തു. അതിനുശേഷം പരിശുദ്ധ അമ്മ ബെർണാഡോയോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ കാണിച്ചു തന്നിരിക്കുന്നത് സ്വർഗത്തിൻ്റെ മഹത്വമാണ്. ജപമാല പ്രാർത്ഥന ചൊല്ലുന്നതിൽ സ്ഥിരതയുള്ളവരും യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നതിൽ തീഷ്ണതയുള്ളവരുമാണ് നിങ്ങളെങ്കിൽ നീയും ഈ ആനന്ദത്തിൻ്റെ മഹത്വത്തിൻ്റെ ഈ സ്ഥലത്ത് എത്തപ്പെടും. ഇത് പരിശുദ്ധ അമ്മയുടെ ബെർണാഡോയോടുള്ള വാക്കുകളാണ്. ജപമാല പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരും യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നതിൽ തീഷ്ണതയുള്ളവരുമാണ് നീയെങ്കിൽ നിങ്ങളും ഈ സ്വർഗത്തിൻ്റെ ആനന്ദത്തിൽ എത്തപ്പെടും. എത്ര വലിയ സന്ദേശമാണ് പാവപ്പെട്ട സാധാരണക്കാരായ വ്യക്തികളിലൂടെ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതുതന്നെയാണ് കിബോഹായിൽ പരിശുദ്ധ അമ്മ വീണ്ടും ആവർത്തിച്ചത്. 2-3 ദിവസം മരിച്ചു കിടന്ന ഒരു വിദ്യാർത്ഥിനി, ആ സമയത്ത് അവളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ശുദ്ധീകരണത്തിലേക്കും കൊണ്ടുപോയി ആ യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ ഇതൊക്കെ സത്യമാണെന്ന് വെളിപ്പെടുത്തുന്നു. ഇതൊക്കെ പ്രത്യേകിച്ചും ഇന്നത്തെ യുവതി യുവാക്കന്മാർക്കുള്ള വലിയ സന്ദേശമാണ്. സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല, ദൈവമില്ല എന്നൊക്കെയുള്ള പാഴ് ആദർശങ്ങൾ നിങ്ങൾ ശ്രവിക്കുമ്പോൾ, തെറ്റായ ബോധ്യങ്ങൾ നൽകുന്ന ചില സുഹൃത്ത് വലയങ്ങളിൽ നിങ്ങൾ എത്തപ്പെടുമ്പോൾ തിരിച്ചറിയണം, സ്വർഗമുണ്ട്, നരകമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്. ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നുള്ള സത്യം. നരകത്തിലേക്കുള്ള വഴി വിശാലമാണ്, അതിൽ തടസ്സങ്ങളില്ല, അനേകർ അതിലെ ഓടിക്കയറുമെന്ന് കിബോഹായിൽ പരിശുദ്ധ അമ്മ നൽകിയത് നമ്മൾ ഓർക്കണം. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാ. അതിലൂടെ പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ പലരും നിന്നെ തടസ്സപ്പെടുത്തും. പലരും നിന്നെ ബോധ്യങ്ങളിലൂടെ തെറ്റായ ആകർഷങ്ങളിലേക്ക് നയിക്കും. ആത്മാവ് നഷ്ടപ്പെടുന്ന സുഹൃത്ത് ബന്ധങ്ങളിൽ ചെന്നെത്തപ്പെടാതിരിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ജാഗരൂകതയോടെ വിദ്യാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ ആയിരിക്കണം. ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ് എന്ന് തിരിച്ചറിയണം. 1982 ഓഗസ്റ്റ് മാസം 19-ാം തീയതി
പരിശുദ്ധ അമ്മ ഈ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവർക്ക് ഒരു ചോരപ്പുഴ കാണിച്ചു കൊടുത്തു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്നതും ആ മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് തെരുവുകളിൽ ചിതറിക്കിടക്കുന്നതും പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തു. കൂടുതൽ പ്രാർത്ഥനയിലേക്കും ദൈവത്തിൻ്റെ വഴികളിലേക്കും പാപത്തിൻ്റെ വഴികളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു വരണമെന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകി. പിന്നീട് ഇവരുടെ ഈ ദർശനം റുവാണ്ടയിൽ 1994 പൂർത്തിയാവുകയാണ്. 1994 റുവാണ്ടയിൽ ഒരു ആഭ്യന്തര കലഹമുണ്ടാവുകയും പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുകയും ചോരപ്പുഴകൾ ഒഴുകി അവിടെ ആളുകളെ സംസ്കരിക്കുവാൻ സ്ഥലമില്ലാതെ പുഴകളിലും മറ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള ഒക്കെ ശവശരീരങ്ങൾ വലിച്ചെറിഞ്ഞ് ഭീകരതയുടെ അന്തരീക്ഷം ലോകം മുഴുവനും 1994 ദർശിച്ചു. ഇതുണ്ടാകുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മ കിബോഹായിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് ഇതേ സംഭവം കാണിച്ചു കൊടുത്ത് മാനസാന്തരത്തിലേക്ക് പരിശുദ്ധ അമ്മ ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ സന്ദേശങ്ങൾ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കാതിരുന്ന ജനസമൂഹത്തിൻ്റെ മുൻപിൽ 1994 അമ്മ പറഞ്ഞ അതേ സംഭവങ്ങൾ സംഭവിക്കുകയാണ്. ലക്ഷങ്ങളാണ് 1994 റുവാണ്ടയിൽ വധിക്കപ്പെട്ടത്, കുരുതി കഴിക്കപ്പെട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കിബോഹായിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ 1994 നിറവേറിയത് ആ ജനം സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, സ്വർഗത്തിൻ്റെ ഇടപെടൽ തിരിച്ചറിഞ്ഞു. ഇത് കിബോഹായിൽ പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്ന മറ്റെല്ലാ സന്ദേശങ്ങളും എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അതിനെല്ലാം പ്രിയമുള്ളവരെ, കിബോഹായിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ഈ എപ്പിസോഡോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 6 എപ്പിസോഡുകളിലൂടെ, ഈ എപ്പിസോഡ് അടക്കം 6 എപ്പിസോഡുകളിലൂടെ പരിശുദ്ധ അമ്മയുടെ കിബോഹായിലുള്ള ശക്തമായ സന്ദേശങ്ങൾ നാം തിരിച്ചറിഞ്ഞു. നമ്മുടെ ഹൃദയങ്ങളിൽ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിലെ പ്രത്യേകിച്ച് യുവതീ-യുവാക്കളുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയിലേക്ക് അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടുമുള്ള യുവതീ-യുവാക്കളെ ദൈവ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മുടെ ഈ നാട്ടിലും നമ്മുടെ രാജ്യത്തും ലോകം മുഴുവനിലുമുള്ള എല്ലാ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിലുള്ള യുവതീ-യുവാക്കന്മാരോടൊപ്പം വിദ്യാർത്ഥിനികളോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.